Hello my students. Today we are going to learn about a new chapter that is food for health. This is the last chapter in our first part. Okay. So what do you mean by health? Yes, of course that means physically and mentally fit. Is it? ഒരാൾ ഫിസിക്കലി ആൻഡ് മെൻ്റലി ഫിറ്റ് എന്ന് പറയുമ്പോഴാണ് അയാൾ ടോട്ടലി ഒരു ഹെൽത്തി പേഴ്സൺ ആണെന്ന് പറയുന്നുള്ളൂ. ആൻഡ് എങ്ങനെയാണ് നമ്മൾ ഹെൽത്തി ആയിരിക്കുന്നത്? ഇറ്റ്സ് ഓഫ് കോഴ്സ് നമ്മുടെ ഫുഡിൻ്റെ ഇൻടേക്ക്, നമ്മുടെ ഡയറ്റ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് ഒരു പേഴ്സൺ ഹെൽത്തി പേഴ്സൺ ആണോ അൺഹെൽത്തി പേഴ്സൺ ആണോ എന്ന് പറയുന്നത്. സോ ഫുഡ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദി ഹെൽത്ത് ഓഫ് എ പേഴ്സൺ. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ചാപ്റ്റർ. All are you ready? Okay. ഇവിടെ ഫസ്റ്റ് തന്നെ രണ്ട് ചിൽഡ്രൻസ് തമ്മിൽ ഒരു കോൺവെർസേഷനാണ് പറയുന്നത്. എന്താണെന്ന് നോക്കാം. വാട്ട് ഐ ലൈക്ക് വെരി മച്ച് ഈസ് ന്യൂഡിൽസ്, ഫ്രൈഡ് റൈസ്, ഫ്രൈഡ് ചിക്കൻ ആൻഡ് ഐസ്ക്രീം. But my mother mostly prepares sambar and avial and sometimes fish curry too. The case is the same in my home too. We mostly prepare dishes with yam, amaranthus, moringa leaves. So, what's that? എന്താണ് അവർ പറയുന്നത്? ഇറ്റ്സ് അവർക്കൊക്കെ ഏറ്റവും കഴിക്കാൻ ഇഷ്ടമായിട്ടുള്ള ഫുഡ് എന്ന് പറയുന്നത് ന്യൂഡിൽസ്, ഫ്രൈഡ് റൈസ്, അതുപോലെയുള്ള ജങ്ക് ഫുഡ്സാണ് അവർക്ക് എപ്പോഴും കഴിക്കാനായിട്ട് ഏറ്റവും ഇഷ്ടമായിട്ട് വരുന്നത്. പക്ഷെ അവരുടെയൊക്കെ വീട്ടിൽ അവരുടെ അമ്മമാർ ഉണ്ടാക്കി കൊടുക്കുന്നത് നാച്ചുറൽ ഫുഡായിട്ടുള്ള മുരിങ്ങ ലീവ്സ്, അമരാന്തസ്, ടാരോ, ടാപ്പിയോക്ക പോലെയുള്ള നാച്ചുറൽ ഫുഡ്സാണ് അവർക്ക് വീട്ടിൽ കിട്ടുന്നത്. അപ്പോൾ ഇവരുടെ വീട്ടിലെ രണ്ട് പേരുടെയും വീട്ടിലെയും കേസ് സെയിം ആണ് എന്നാണ് അവർ പറഞ്ഞു വരുന്നത്. നൗ വാട്ട് ഈസ് ദ കേസ് ഇൻ യുവർ ഹോംസ്? സോ ഇതുപോലെയൊക്കെ തന്നെയാണ് നിങ്ങളുടെ വീട്ടിലും. നിങ്ങളുടെ വീട്ടിൽ എന്താണ് സംഭവിക്കുന്നത് ഫുഡിൻ്റെ കാര്യത്തിൽ? മോസ്റ്റ്ലി നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത് ആ ജങ്ക് ഫുഡായിട്ടുള്ള പുറത്തു നിന്നുള്ള ഫുഡാണോ, ഫാസ്റ്റ് ഫുഡാണോ, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് കഴിക്കുന്ന നാച്ചുറൽ ഫുഡാണോ, ഏതാണ് നിങ്ങൾ മോസ്റ്റ്ലി പ്രിഫർ ചെയ്യുന്നത് എന്ന് എഴുതുക. ഓക്കെ, കാറ്റഗറൈസ് ഫുഡ് ഐറ്റംസ് ഇൻ ടു ദോസ് യു ലൈക്ക് ആൻഡ് ദോസ് യു ഡോണ്ട് ലൈക്ക്. അതായത് ഒരു ടേബിൾ വരച്ചിട്ട് രണ്ട് കോളാക്കിയിട്ട് ലൈക്ക്ഡ് ഫുഡും ഡോണ്ട് ലൈക്ക്ഡ് ഫുഡും ഏതൊക്കെയാണെന്ന് എഴുതാം. ലൈക്ക്ഡ് ഫുഡിൽ എന്തായാലും നമുക്കറിയാൻ പറ്റും, ബിരിയാണി, ഐസ്ക്രീം, ഫ്രൈഡ് റൈസ് പോലുള്ളവരും. അതുപോലെ തന്നെ ഇഷ്ടമില്ലാത്ത ഭക്ഷണങ്ങൾ ഏതൊക്കെയാണോ ഒരു ടേബിൾ വരച്ചിട്ട് എഴുതുക. ഓക്കെ, ഡു യു തിങ്ക് ദാറ്റ് വി നീഡ് ടു ഈറ്റ് ഓൺലി ഫുഡ് ഐറ്റംസ് വി ലൈക്ക്? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നമുക്കിഷ്ടപ്പെട്ട ഭക്ഷണം മാത്രം കഴിച്ചാൽ മതി എന്നുള്ളത്? No, we need to eat food items with all nutrients. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളൊക്കെ ഫുഡ് കഴിക്കുന്നത് ഹെൽത്തിനാണ്, നമ്മുടെ ബോഡി ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് ഒരൊറ്റ ഫുഡ് ഐറ്റം മാത്രം കഴിച്ചാൽ എന്തെന്ന് കിട്ടുന്നില്ല, അതിൽ നിന്നുള്ള ന്യൂട്രിയൻസ് കിട്ടുന്നില്ല. അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനുള്ള ഭക്ഷണങ്ങളാണ്, എക്സാമ്പിൾ വരുന്നത് ഐസ്ക്രീം, ഫ്രൈഡ് റൈസ് പോലുള്ളത്, അതിലൊന്നും ഒരൊറ്റ ന്യൂട്രിയൻസ് പോലും ഇല്ല. സോ നമുക്ക് ന്യൂട്രിയൻസ് ഉള്ള ഫുഡാണ് നമ്മുടെ ബോഡിക്ക് ആവശ്യം. സോ വി നീഡ് ടു ഈറ്റ് ഫുഡ് ഐറ്റംസ് വിത്ത് ഓൾ ന്യൂട്രിയൻസ്. എല്ലാ ന്യൂട്രിയൻസും വരുന്ന ഫുഡ് ഐറ്റംസ് ആണ് നമ്മുടെ ബോഡിയിലോട്ട് ആവശ്യമായിട്ട് വരുന്നത്. ഓക്കെ, ഇൻ അവർ ഫുഡ് വി ഫീൽ ടയേർഡ് ആൻഡ് വീക്ക് ഇഫ് വി ഡോണ്ട് ഹാവ് ഫുഡ് ഈവൻ വൺസ്. ഈസ് ഇറ്റ്? യെസ്. നമുക്ക് ഒരു നേരം ഫുഡ് കഴിച്ചില്ലെങ്കിൽ തന്നെ നമുക്കറിയാൻ പറ്റും നമ്മൾ വളരെയധികം ടയേർഡ് ആൻഡ് വീക്കായിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും. സോ വൈ ഡു വി ഹാവ് ഫുഡ്? നമുക്ക് എന്തിനൊക്കെയാണ് ഫുഡ് ആവശ്യമായിട്ട് വരുന്നത്? ഒരു പോയിന്റ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്, ദാറ്റ് ഈസ് ടു അക്വയർ ഇമ്മ്യൂണിറ്റി. ഇമ്മ്യൂണിറ്റി മീൻസ് നമുക്ക് പ്രതിരോധശേഷി അല്ലെങ്കിൽ ആ ഒരു ഇമ്മ്യൂണിറ്റി പവർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട്. അതുപോലെ വേറെ എന്തിനൊക്കെയാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്? എഗ്സ് to earn required amount of energy that body needs. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള റിക്വയർഡ് എമൗണ്ട് ഓഫ് എനർജി നീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡിക്കൊക്കെ ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ എനർജി വേണം. നമ്മൾ എന്ത് കാര്യം ചെയ്യണം, ഈവൻ നമ്മൾ ബുക്സ് വായിക്കുകയാണ് അല്ലെങ്കിൽ പാട്ട് പാടുകയാണ്, എന്തിനും നമുക്ക് എന്ത് വേണം? എനർജി വേണം. സോ where we obtain energy? Yes, it's from the food. So the next point is to earn required amount of energy that body needs. Okay, and the next one is
proper functioning of metabolic activities. ദാറ്റ് മീൻസ് നമ്മുടെ ബോഡിയിൽ ഒരുപാട് ഫങ്ഷനിങ് നടക്കുന്നുണ്ട്. മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഒക്കെ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മുടെ ബോഡിയിൽ അല്ലെങ്കിൽ നമ്മുടെ ഹെൽത്തിന് എന്ത് വേണം? ഫുഡ് മസ്റ്റാണ്. സോ ദ മെയിൻ 3 points ആർ ടു അക്വയർ ഇമ്മ്യൂണിറ്റി, ടു earn a required amount of energy that needed for body, and the next one, proper functioning of metabolic activities. Okay, what is the problem if we take only one type of food? ഒരൊറ്റ ടൈപ്പ് ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ റൈസ് മാത്രമേ കഴിക്കുന്നുള്ളൂ. ആ ഒരു റൈസ് മാത്രം കഴിക്കുന്നത് കൊണ്ട് കുഴപ്പം എന്താണ്? റൈസിൽ നിന്നുള്ള ഒരു ന്യൂട്രിയൻ്റ് ആണ് കാർബോഹൈഡ്രേറ്റ്. നമ്മൾ ചാപ്റ്ററിൽ പഠിക്കും. സോ ആ ഒരു കാർബോഹൈഡ്രേറ്റ് മാത്രമേ നമ്മുടെ ബോഡിയിലോട്ട് കിട്ടുന്നുള്ളൂ. പക്ഷേ നമ്മൾ വേറെ ടൈപ്പ് ഫുഡായിട്ടുള്ള ഫോർ എക്സാമ്പിൾ എഗ്ഗ് വൈറ്റ്, ക്യാരറ്റ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസിലൊക്കെ വേറെ ന്യൂട്രിയൻസ് ആയിട്ടുള്ള പ്രോട്ടീൻസും വൈറ്റമിൻസും ഒക്കെ. സോ അത് കഴിക്കുമ്പോഴേ ഉള്ളൂ നമ്മുടെ ബോഡിയിലോട്ട് നമുക്കത് കിട്ടുന്നുള്ളൂ. നമ്മൾ ഈ റൈസ് മാത്രമാണ് കഴിക്കുന്നതെങ്കിൽ നമ്മുടെ ബോഡിയിലോട്ട് കാർബോഹൈഡ്രേറ്റ് മാത്രമേ കിട്ടുന്നുള്ളൂ. സോ വി ഗെറ്റ് ഓൺലി വൺ ടൈപ്പ് ഓഫ് ന്യൂട്രിയൻ ആൻഡ് ഇറ്റ് മേ കോസ് മെനി ഹെൽത്ത് പ്രോബ്ലംസ്. ഒരൊറ്റ ടൈപ്പ് ഫുഡാണ് കഴിക്കുന്നതെങ്കിൽ ആ ഒരു ടൈപ്പ് മാത്രമേ നമുക്ക് ആ ഒരു ബോഡിയിലോട്ട് കിട്ടുന്നുള്ളൂ. സോ അപ്പോൾ അതിൻ്റെയും വേറെയുള്ള ന്യൂട്രിയൻസിൻ്റെ ഒക്കെ എമൗണ്ട് നമ്മുടെ ബോഡിയിൽ കുറഞ്ഞാൽ ഇറ്റ് മേ കോസ് മെനി ഹെൽത്ത് പ്രോബ്ലംസ് ഇൻ അവർ body. Okay, let us find out the things that our body receives from the food we take. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓരോ ന്യൂട്രിയൻസിനെയും കുറിച്ചിട്ടാണ്. മെയിൻലി നമ്മളിവിടെ ന്യൂട്രിയൻസ് ആയിട്ട് പറയുന്നത് കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ്, ഇത്രയാണ് മെയിനായിട്ട് നമ്മൾ പറയുന്ന ന്യൂട്രിയൻസ്. അതിൽ ഫസ്റ്റ് വണ്ണായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് കാർബോഹൈഡ്രേറ്റിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, ലെറ്റ് us see what they have to say. അവിടെ കൊടുത്തിട്ടുള്ള റൈസ്, ഓയിൽ, ഫിഷ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് നമ്മളോട് എന്തൊക്കെയാണ് പറയാനുണ്ട്, അതെന്താണെന്ന് നോക്കാം. റൈസ് പറയുന്നത് include us in your diet. We have plenty of carbohydrate. നിങ്ങളുടെ ഡയറ്റിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണം. ബിക്കോസ് വി ഹാവ് എ പ്ലെൻറ്റി ഓഫ് കാർബോഹൈഡ്രേറ്റ്. ഞങ്ങൾക്ക് ഒരുപാട് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഓയിൽ പറയുന്നത് എന്താണ്? വി ഹാവ് എ ലോട്ട് ഓഫ് ഫാറ്റ്. ഞങ്ങളുടെ കയ്യിൽ ഒരുപാട് ഫാറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഫിഷ് പറയുന്നത് എന്താണ്? വി ആർ ഫുൾ ഓഫ് പ്രോട്ടീൻസ്. ഞങ്ങളിൽ ഫുൾ ഓഫ് പ്രോട്ടീൻസ് ഉണ്ട്. പ്രോട്ടീൻസ് ആണ് അവർ തരുന്നത്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എന്താണ് പറയുന്നത്? വി പ്രൊവൈഡ് മിനറൽ, സോൾട്ട് ആൻഡ് വൈറ്റമിൻസ്. നമ്മുടെ ബോഡിയിലോട്ട് ആവശ്യമായിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ന്യൂട്രിയൻസ് ആണ് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽ, സോൾട്ട് എക്സെട്ര. സോ അതൊക്കെ ഏത് ഫുഡ് ഐറ്റംസ് ആണ് തരുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു. സോ നമ്മുടെ ഡയറ്റിൽ എല്ലാ ഫുഡ് ഐറ്റംസും ഇൻക്ലൂഡ് ചെയ്യുന്നതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ എല്ലാവർക്കും. ഓക്കെ, വിച്ച് ന്യൂട്രിയൻസ് ആർ അവൈലബിൾ ഫ്രം ഫുഡ്? എക്സാമിൻ ദി ഇല്ലുസ്ട്രേഷൻ ആൻഡ് കംപ്ലീറ്റ് ദി ടേബിൾ. അവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്. റൈസിൽ നിന്നും ഏത് ടൈപ്പ് ഓഫ് ന്യൂട്രിയൻ്റ് ആണ് നമുക്ക് കിട്ടുന്നത്? യെസ്, ദി കാർബോഹൈഡ്രേറ്റ്. ആൻഡ് ഫ്രം ഓയിൽ നിന്ന് ഏതാണ്? ഫാറ്റ്. ഫ്രം ഫിഷ് വി ഒബ്റ്റെയിൻ ഓർ വി ഗോട്ട് ദ ന്യൂട്രിയൻറ്റ് പ്രോട്ടീൻ. ആൻഡ് ദി ലാസ്റ്റ് വൺ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിന് കിട്ടുന്നതാണ് മിനറൽസ്, വൈറ്റമിൻസ് ആൻഡ് സോൾട്ട്. സോ ആ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നിനെ കുറിച്ചിട്ടും പഠിക്കാം. ഫസ്റ്റ് വൺ ആണ് carbohydrate. Carbohydrate is made up of carbon, hydrogen and oxygen. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ എന്ന് പറയുന്ന 3 എലമെൻസുകൾ കൊണ്ടാണ്
കാർബോഹൈഡ്രേറ്റ് മെയിൻലി മേഡപ്പ് ചെയ്തിട്ടുള്ളത്, നിർമ്മിച്ചിട്ടുള്ളത്. ഇറ്റ്സ് ചീഫ് ഫങ്ഷൻ ഈസ് ടു പ്രൊവൈഡ് എനർജി. ഇതിൻ്റെ ഫങ്ഷൻ എന്താണ്? കാർബോഹൈഡ്രേറ്റിൻ്റെ ഫങ്ഷൻ ഈസ് ടു പ്രൊവൈഡ് എനർജി പ്രൊഡക്ഷൻ ആണ്. പ്രൊവൈഡ് എനർജി തരിക എന്നുള്ളതാണ് അതിൻ്റെ ഫങ്ഷൻ. ഫോർ വാട്ട്? ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ്. നമ്മുടെ ബോഡീൻ്റെ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസിന് വേണ്ടി എനർജി പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് കാർബോഹൈഡ്രേറ്റിൻ്റെ ഫങ്ഷൻ. സ്റ്റാർച്ച്, ഷുഗർ, ഗ്ലൂക്കോസ്, സെല്ലുലോസ് ഒക്കെ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ്. കാർബോഹൈഡ്രേറ്റിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് പറയുന്നതാണ് ഏതൊക്കെ? ഡിഫറെൻറ്റ് ഫോംസിൽ വരുന്നതാണ് സ്റ്റാർച്ച്, ഗ്ലൂക്കോസ്, സെല്ലുലോസ്, sugar, etc. So those are the different forms of carbohydrate. Carbohydrate mainly made up of carbon, hydrogen and oxygen. Function is to provide energy, and different forms of carbohydrate are starch, glucose, cellulose and sugars. Okay. Carbohydrate is present in plenty in cereals and tubers in the form of starch. കാർബോഹൈഡ്രേറ്റ് പ്ലെൻറ്റി എമൗണ്ടിലായിട്ട് കാണപ്പെടുന്നത് നമ്മുടെ സെറിയൽസ്, വിച്ച് മീൻസ് ധാന്യകങ്ങൾ, ട്യൂബേഴ്സ് മീൻസ് കിഴങ്ങ് വർഗ്ഗങ്ങളിലൊക്കെ സ്റ്റാർച്ച് ഫോമിലാണ് കാർബോഹൈഡ്രേറ്റ് മെയിൻലി നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ. The energy we need to work comes mainly from carbohydrate. നമ്മുടെ എല്ലാവരും പറയാറുണ്ട് ചോറ് നന്നായി കഴിക്കണം, കാരണം ചോറ് കഴിച്ചാലാണ് നമ്മുടെ ശരീരത്തിന് എന്ത് കിട്ടുള്ളൂ? എനർജി കിട്ടുള്ളൂ. സോ നമ്മുടെ ബോഡിയിൽ മെയിൻലി എനർജി പ്രൊവൈഡ് ചെയ്യുന്ന ന്യൂട്രിയൻ്റ് ആണ് കാർബോഹൈഡ്രേറ്റ്. Do we perform the activities that are shown in the picture? What are the other activities that we engage ourselves in? അതായത് അവിടെ പിക്ചേഴ്സിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഭക്ഷണം കഴിക്കുന്നത് വഴി അവർ എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ചെയ്യുന്നത്? കളിക്കുന്നുണ്ട്, ഫാമിങ് ചെയ്യുന്നുണ്ട്, പഠിക്കുന്നുണ്ട്, സ്വിമ്മിങ് ചെയ്യുന്നുണ്ട്. ഈ ആക്ടിവിറ്റീസ് മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? നോ, we don't perform only the activities that are shown in the picture. Riding cycle, walking, do exercise, breathing, writing, studying, etc. We need a lot of energy to do all those activities. നമുക്കൊരു സൈക്കിൾ ഓടിക്കണം, അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യണം, ബ്രീത്ത് ചെയ്യണം, ഇതിനൊക്കെ എന്ത് വേണം? എനർജി വേണം. സോ എനർജി എപ്പോഴാണ് കിട്ടുന്നത്? കാർബോഹൈഡ്രേറ്റ് ആയിട്ട് ന്യൂട്രിയൻ്റ് നമ്മുടെ ബോഡിയിൽ പ്രസൻ്റ് ആകുമ്പോഴാണ്. സോ എന്ത് ചെയ്യണമെങ്കിലും എന്ത് മസ്റ്റാണ്? എനർജി മസ്റ്റാണ് എന്നാണ് പറയുന്നത്. Which is the food item that constitute the major part of your diet? Why do you include this item in higher quantity? ഏത് ഐറ്റമാണ് നിങ്ങളുടെ ഡയറ്റിൽ ഹയർ ക്വാണ്ടിറ്റിയിൽ ഉൾപ്പെടുത്തേണ്ടത്? ആൻഡ് വാട്ട് ഈസ് ദി റീസൺ? എന്താണ് അതിന് കാരണം? Rice is the major food item that constitute the major part of our diet. നമുക്കറിയാം നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ കഴിക്കുന്ന ഭക്ഷണമാണ് റൈസ്, ബിക്കോസ് ഹിയർ ദർ ആർ ദ മെയിൻ കോമ്പണൻറ്റ് ഓഫ് ദി കാർബോഹൈഡ്രേറ്റ്. ഇറ്റ്സ് റിച്ച് ഇൻ കാർബോഹൈഡ്രേറ്റ്. ഇറ്റ്സ് മെയിൻലി മെയ്ഡ് അപ്പ് ഓഫ് കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ, ആൻഡ് ഇറ്റ്സ് എ ചീഫ് ഫങ്ഷൻ ഈസ് ടു പ്രൊവൈഡ് എനർജി ഫോർ വാട്ട്? It's for the physiological activities or metabolic activities. Okay, so അതിൻ്റെ ആൻസർ അവിടെ എഴുതാം. And the next question is, which among the following food items will you include in your diet if you avoid rice for a day? Why? നമ്മൾ നമ്മുടെ ഡയറ്റിൽ റൈസ് അവോയ്ഡ് ചെയ്താലും ആ കാണുന്ന 4 എണ്ണത്തിൽ ഏതാണ് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഫുഡ് ഐറ്റം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എഗ്ഗാണോ, ബനാനയാണോ, ടാപ്പിയോക്കയാണോ, മിൽക്കാണോ? ടാപ്പിയോക്ക എന്ന് വെച്ചാൽ കപ്പ, മരച്ചീനി എന്ന് പറയുന്നതാണ്. അതൊരു ട്യൂബറാണ്. ട്യൂബേഴ്സ് എന്ന് വെച്ചാൽ അതിൽ സ്റ്റാർച്ച് ഫോമിലാണ് കാർബോഹൈഡ്രേറ്റ് പ്ലെൻറ്റി എമൗണ്ട് ആയിട്ട് കാണുന്നത്. സോ നമ്മളിവിടെ നമ്മുടെ ഒരു ഡയറ്റിൽ എന്താണ് റൈസ് ഇല്ലെങ്കിലും ടാപ്പിയോക്ക എന്ന് പറയുന്ന ഫുഡ് നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും. കാരണം റൈസിനെ പോലെ തന്നെ എനർജി പ്രൊവൈഡ് ചെയ്യാൻ ടാപ്പിയോക്കും പറ്റും മറ്റുള്ള ഫുഡ് ഐറ്റംസിനെ കമ്പയർ ചെയ്യുമ്പോൾ. ഓക്കെ,
ഡിറ്റക്റ്റിംഗ് സ്റ്റാർച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നായൊക്കെ ഫുഡ് ഐറ്റംസിൽ സ്റ്റാർച്ച് ഫോമിലാണ് ഇത് കാണപ്പെടുന്നത്. എങ്ങനെയാണ് നമുക്കിതിൽ നിന്നും സ്റ്റാർച്ച് കാണാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഇനി പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, the test is known as iodine test. Okay, iodine ടെസ്റ്റിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ടു ഡിറ്റക്റ്റ് സ്റ്റാർച്ച്. ഒരു എക്സ്പെരിമെൻ്റ് എഴുതുമ്പോൾ അതിന് ഫസ്റ്റ് വേണ്ടതാണ് എയിം, സെക്കൻഡ് വേണ്ടതാണ് മെറ്റീരിയൽസ് റിക്വയേർഡ്. എന്തൊക്കെ മെറ്റീരിയൽസ് വെച്ചിട്ടാണോ നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്ത് എന്നത് എഴുതുക. മൂന്നാമത്തത് വേണ്ടതാണ് പ്രൊസീജിയർ, എങ്ങനെയാണ് നമ്മൾ എക്സ്പെരിമെൻ്റ് ചെയ്ത് എന്ന് എഴുതുക. നാലാമത്തത് വേണ്ടതാണ് ഒബ്സർവേഷൻ, എന്താണ് നമ്മൾ അതിൽ കാണുന്നത് എഴുതുക. ദെൻ റിസൾട്ട്, എന്താണ് നമുക്ക് ആ എക്സ്പെരിമെൻറ്റിൽ നിന്നും കിട്ടിയത്. സോ ഹിയർ ദീസ് ആർ ദ മെയിൻ സ്റ്റെപ്സ് ഓഫ് ആൻ എക്സ്പെരിമെൻറ്റ്. So what is the aim of the iodine test? It's to detect iodine or to detect the presence of starch. Okay, and the next one, materials required. ഏതൊക്കെ മെറ്റീരിയൽസ് ആണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്? ടെസ്റ്റ് ട്യൂബ് വേണം, അതുപോലെ റൈസ് ഗ്രൂവൽ, ദാറ്റ് മീൻസ് കഞ്ഞിവെള്ളം വേണം, ആൻഡ് ഡയല്യൂട്ടഡ് അയഡിൻ സൊല്യൂഷനും വേണം. ഹിയർ the three materials are test tube, rice gruel and diluted iodine solution. Okay, and the procedure, ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? Take some rice gruel in a test tube. ഒരു ടെസ്റ്റ് ട്യൂബിൽ കുറച്ച് റൈസ് ഗ്രൂവൽ മീൻസ് കഞ്ഞിവെള്ളം എടുക്കുക. Add 2 or 3 drops of diluted iodine solution to it and observe the color. അതിലോട്ട് 2-3 drops ഡയല്യൂട്ടഡ് അയഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്തിട്ട് നമ്മൾ അവിടെയുള്ള കളർ ചേഞ്ച് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്യാം. ഓക്കെ, ഹാവ് യു നൗ അണ്ടർസ്റ്റുഡ് ഹൗ ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് സ്റ്റാർച്ച് ഇൻ ഫുഡ് ഐറ്റംസ്? ടെസ്റ്റ് എഗ്, ബനാന, ടാപ്പിയോക്ക ആൻഡ് മിൽക്ക് ഇൻ ദി സെയിം വേ. ഇതുപോലെ വേറെയുള്ള ഫുഡ് ഐറ്റംസ് ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അതിന് മുന്നേ വാട്ട് ആർ യുവർ ഫൈൻഡിങ്സ്? എന്താണ് നമുക്ക് അതിലോട്ട് 2 or 3 drops ഡയല്യൂട്ടഡ് അയഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്താൽ എന്താണ് കാണാൻ പറ്റുന്നത്? എ ഡീപ്പ് ബ്ലൂ കളർ ഈസ് ഫോംഡ് വെൻ സ്റ്റാർച്ച് റിയാക്ട് വിത്ത് അയഡിൻ സൊല്യൂഷൻ. അവിടെ ഉണ്ടായിട്ടുള്ള സ്റ്റാർച്ച് അയഡിൻ സൊല്യൂഷനുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് എ ഡീപ്പ് ബ്ലൂ കളർ ഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അതാണ് അതിൻ്റെ ഒബ്സർവേഷൻ ആൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ എഗ്ഗ്, ബനാന, ടാപ്പിയോക്ക, മിൽക്ക് ഇതൊക്കെ ടെസ്റ്റ് ചെയ്താൽ നമുക്ക് ടാപ്പിയോക്കയിൽ മാത്രമേ ഉള്ളൂ ബ്ലൂ കളർ കാണാൻ പറ്റും. ബിക്കോസ് അതാണ് കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ളത്. സോ അവിടെയുള്ളൂ നമുക്ക് ഡീപ്പ് ബ്ലൂ കളർ കാണാൻ പറ്റും, മറ്റുള്ളതിലൊന്നും നമുക്ക് ഡീപ്പ് ബ്ലൂ കളർ കാണാൻ പറ്റുന്നില്ല. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഒരു ടേബിളുണ്ട്. ആ ടേബിളിൽ 3 ഫുഡ് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്, ലൈക്ക് ആഷ് ഗോഡ്, വീറ്റ് ഫ്ലോർ, പൊട്ടാറ്റോ. കളർ ഫോംഡ് ഓൺ ആഡിങ് അയഡിൻ. അയഡിൻ ആഡ് ചെയ്യുമ്പോൾ കളർ ഫോം ചെയ്യുന്നത് എന്താണ്, ദെൻ അതിൻ്റെ ഇൻഫറൻസ് എന്താണ് എഴുതുന്നത്. ഫസ്റ്റ് വരുന്നതാണ് ആഷ് ഗോഡ്. ആഷ് ഗോഡ് മീൻസ് കുമ്പളങ്ങ അല്ലേ. അതിലെന്തായിരിക്കും ആഡിന് ആഡ് ചെയ്യുമ്പോൾ? ഇറ്റ്സ് അവിടെ നോ കളർ ചേഞ്ച് ആണ്. സോ ഇൻഫറൻസിൽ ദാറ്റ് മീൻസ് റിസൾട്ട് ആബ്സെൻസ് ഓഫ് സ്റ്റാർച്ച്. ദെൻ വീറ്റ് ഫ്ലോർ. വീറ്റ് ഫ്ലോർ എന്ന് വെച്ചാൽ നമ്മുടെ ഗോതമ്പ് പൊടി. അതിലെന്താണ് ഉണ്ടാകുന്നത്? അതിൽ നമുക്കറിയാം റൈസിൽ വരുന്ന ഐറ്റംസ് ആണല്ലോ, അല്ലെ സെറിൽസിൽ വരുന്നത്. സോ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെയുള്ള കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. വൈറ്റ് കളർ ചേഞ്ച് ചെയ്തിട്ട് ഡീപ്പ് ബ്ലൂ കളർ ആകുന്നുണ്ട്. സോ ദ റിസൾട്ട് ഈസ് പ്രസൻസ് ഓഫ് സ്റ്റാർച്ച്. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് പൊട്ടാറ്റോ. പൊട്ടാറ്റോ എന്ത് ചെയ്യുന്നുണ്ട്? കിഴങ്ങ് വർഗ്ഗമാണ്, അതുകൊണ്ട് തന്നെ അത് കളർ ചേഞ്ച് ചെയ്തിട്ട് ഡീപ്പ് ബ്ലൂ കളർ ആകുന്നുണ്ട്. അവിടെ എന്താണ്? പ്രസൻസ് ഓഫ് സ്റ്റാർച്ച് ആണ്. അതുപോലെ തന്നെ എഗ്ഗ് ബോയിൽഡ് ചെയ്താൽ അവിടെ കളർ ചേഞ്ച് ചെയ്യുന്നില്ല, ബിക്കോസ് അതിലെന്തില്ല? കാർബോഹൈഡ്രേറ്റ് ഇല്ല. സോ അവിടെ ആബ്സെൻസ് ഓഫ് സ്റ്റാർച്ച് ആണ്. അതുപോലെ എന്ത് ചെയ്യുക? ഈ ടേബിള് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. നമ്മുടെ കാർബോഹൈഡ്രേറ്റിനെ കുറിച്ചിട്ടാണ് മെയിനായിട്ട് പറഞ്ഞിട്ടുള്ളത്. ടീച്ചർ തന്ന വർക്കുകളും എഴുതിയിട്ട് അയച്ചു തരിക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് ക്ലിയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.